ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ പാഠമാണ് ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിൽ ആയിരുന്നു. ഏതൻസാണ് ഈ നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏതൻസിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നു. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ: ജനഹിത പരിശോധന. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയ. തിരിച്ചുവിളിക്കൽ. ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയ. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പാക്കുന്നത്. അഭിക്രമം. വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള മാർഗം. മുൻകൈയെടുക്കൽ. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം. തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപമോ പൂർണ്ണരൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം. ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ 2 മാതൃകകളാണ് പ്രചാരത്തിലുള്ളത്: പാർലമെൻ്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ: കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമം മാത്രമായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഇനി പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകൾ: കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. സ്വാതന്ത്ര്യം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ. ഇതിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും എന്ന് പറഞ്ഞത് വോൾട്ടയർ. JS മില്ലറ്റിൻ്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിൻ്റെ അംശങ്ങൾ ഉണ്ടായിരിക്കും. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. സമത്വം. ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരും ആണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം. സമത്വത്തിൻ്റെ 3 മാനങ്ങൾ:
ഒന്ന് രാഷ്ട്രീയ സമത്വം, 2 സാമൂഹിക സമത്വം, 3 സാമ്പത്തിക സമത്വം. അതിൽ രാഷ്ട്രീയ സമത്വം ഫസ്റ്റ് വൺ വോട്ടവകാശമാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. ഇനി സാമൂഹിക സമത്വം, വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരങ്ങൾ. സാമ്പത്തിക സമത്വം, തൊഴിലവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമത്തിനുള്ള അവകാശം. അടുത്തത് നീതി. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി. ഇനി അവകാശങ്ങൾ. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം അവകാശമല്ല, അത് കേവലം അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളാണ് അവകാശമായി കണക്കാക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രകൃതിദത്ത അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് നിയമവാഴ്ച. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കും എന്നതാണ് നിയമവാഴ്ചയുടെ അന്തഃസത്ത. മതേതരത്വം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. അടുത്തത് പ്രതിപക്ഷം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ ലക്ഷണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പാർലമെൻറ്റിന് 2 സഭകളാണുള്ളത്. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആയിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മതം, ലിംഗം, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തിരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സായി കുറച്ചു. ഇന്ത്യയിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെൻറ്റിന് രൂപം നൽകുന്നത്. 5 വർഷമാണ് ഗവൺമെൻറ്റുകളുടെ കാലാവധി. ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭ, നിയമനിർമ്മാണ സഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറിൻ്റെ ഘടന. ജുഡീഷ്യൽ റിവ്യൂ. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ട്. കോടതിയുടെ ഈ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോത്രവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് ആയുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. ഇനി ഫെഡറൽ വ്യവസ്ഥ. ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ അധികാര വിഭജനം നിലനിൽക്കുന്ന വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയുമുള്ളൂ 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ. ഓക്കെ, താങ്ക് യു.